ഒരിടത്തൊരു സാധുവായ സ്ത്രീ ഉണ്ടായിരുന്നു. ഭർത്താവില്ല, മക്കളില്ല. ആകെയുള്ള സമ്പത്തെന്ന് പറയുന്നത് പാറകൾ കൊണ്ട് നിറയപ്പെട്ട 1 ഏക്കർ ഭൂമി മാത്രം. എന്നാൽ എങ്ങനെയെങ്കിലും ഈ സ്ഥലം വിറ്റിട്ട് ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ പോയി താമസിക്കാമെന്ന് വിചാരിച്ചാലോ, പാറകൾ കൊണ്ട് നിറയപ്പെട്ടതായതുകൊണ്ട് ആരും തന്നെ വില തരുന്നില്ല, ആരും തന്നെ വാങ്ങിക്കാനും താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ചില നാളുകൾക്ക് ശേഷം ഈ സാധുവായ സ്ത്രീയുടെ നിസ്സഹായമായ അവസ്ഥ കണ്ട് ഒരു മനുഷ്യൻ വന്നിട്ട് 50,000 രൂപ കൊടുത്ത് ഈ സ്ഥലം വാങ്ങിച്ചു. ഈ സ്ത്രീ ആ മനുഷ്യനെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചു, ഒരുപാട് നന്ദി പറഞ്ഞു. ചില നാളുകൾക്ക് ശേഷം ഈ സാധുവായ സ്ത്രീയെ സഹായിച്ച ഈ മനുഷ്യൻ തൻ്റെ സുഹൃത്തുമായിട്ട് താൻ വാങ്ങിച്ചതായ ഈ സ്ഥലത്തൊന്ന് ചുറ്റിപ്പറ്റി കാണുവാൻ വേണ്ടി വന്നു. തൻ്റെ സുഹൃത്ത് ഒരു ജിയോളജിസ്റ്റായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പാറക്കൂട്ടത്തിനിടയിൽ എന്തോ തിളങ്ങുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്നുള്ള പരിശോധനയിൽ ആ സ്ഥലത്തിന് ലോഹങ്ങളുടെ സാന്നിധ്യമുള്ളതായിട്ട് കണ്ടെത്തുവാൻ സാധിച്ചു. വീണ്ടും ചില നാളുകൾ കഴിഞ്ഞു. ഈ സാധുവായ സ്ത്രീയുടെ ദയനീയമായ അവസ്ഥയിൽ ആ സ്ത്രീയോട് കരുണ കാണിച്ച ഈ മനുഷ്യന് തുടർന്നുള്ള ദിവസങ്ങളിൽ 50,000 രൂപയ്ക്ക് വാങ്ങിച്ച ആ സ്ഥലത്തിന് അദ്ദേഹത്തിന് 2 കോടി രൂപ വില വിറ്റ് ലഭിക്കുവാൻ ഇടയായി. സാധുവായ ആ സ്ത്രീയോട് കരുണ കാട്ടിയ ആ മനുഷ്യന് ധാരാളം പ്രതിഫലം ലഭിക്കുവാൻ ഇടയായി. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. എന്ന് കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മെ അറിയുന്നവർ, ഇവരൊക്കെ ഒരുപക്ഷെ ഏതെങ്കിലും ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യത്തിലാണെങ്കിൽ നമുക്കവരെ സഹായിക്കുവാൻ കഴിയുമെങ്കിൽ നാം അവരോട് കരുണ കാണിക്കുക. നാം കാണിക്കുന്ന ആ കരുണയുടെ പ്രതിഫലം വരും ദിവസങ്ങളിൽ അനുഭവിക്കുവാൻ നമുക്കും കഴിയുമെന്ന് നാം തിരിച്ചറിയുക. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. God bless you.